ഹായ് ഫ്രണ്ട്സ്, ഞാൻ സച്ചി ദേവി, ലാവെൻഡർ ചേർത്തല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഷു കളക്ഷൻസിൽ വന്നിരിക്കുന്നത് പ്യുവർ മിറർ വർക്കിൽ വരുന്ന ധാവണി സെറ്റാണ്. അപ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ളൊരു കളക്ഷനാണ്. അപ്പോൾ നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 6ഓളം ഷെയ്ഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കളക്ഷൻസ് കാണാം. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആയി മൈനസ് സ്റ്റോക്ക് ആണ് നമ്മുടെ സൈറ്റിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ദൂരെ നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സൈറ്റിൽ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് മാത്രമല്ല ഷോപ്പിലുള്ളത്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ വരാൻ സാധിക്കുന്നവരൊക്കെ വരിക. പിന്നെ വൈകിട്ട് ലൈവിൽ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അതിനോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യുക കേട്ടോ. വൈകിട്ട് 5 മണിക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ കാണുക, ലൈവിൽ ജോയിൻ ചെയ്യുക, ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു മോഡൽ ഞാൻ വേറെ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. ക്ലോസർ വരുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബ്ലൗസ് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടിഷ്യൂവിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. സൈഡിലായിട്ട് ഗോൾഡൻ ബോർഡറും മിറർ വർക്കും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലോസർ വരുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നല്ല ലെങ്തിലാണ് ഷോൾ വരുന്നത് കണ്ടോ. നല്ല ലെങ്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ സ്കേർട്ട് സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം ടു XXL സൈസ് വരുന്ന എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ടൈ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. മീഡിയം, ലാർജ്, XL, XXLകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 6ഓളം ഷെയ്ഡുകൾ വരുന്നുണ്ട്. എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. അതിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 1699 അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ക്ലോസർ കണ്ടുപോകാം. ഇതാണ് എൻ്റെ ക്ലോസർ വരുന്നത്. ഇത് ദുപ്പട്ടയാണ് വരുന്നത്. അതിൽ തന്നെ ഗോൾഡൻ ബോർഡറും വരുന്നുള്ളൂ. നല്ല രീതിയിലാണ് ഗോൾഡൻ ബോർഡർ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം പ്യുവർ ആയിട്ടുള്ള മിറർ വർക്കും ലേസ് വർക്കും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെ സ്കേർട്ട് ഇതേപോലെ സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത്. സ്കേർട്ടിൻ്റെ എൻഡിലായിട്ടും ആ ഒരു ബോർഡറും ഗോൾഡൻ ബോർഡറും മിറർ വർക്കും വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്കേർട്ട് വരുന്നത്. 41 ലെങ്തിലാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത്. 41 ആണ്. പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഷേപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളും. നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളും. അതിനോടൊപ്പം തന്നെ ടൈ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. 2.75 ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കേട്ടോ. അതേപോലെ നല്ല ഭംഗിയാണ്. ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത്. കുത്താമ്പുള്ളിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയാണ്. ഇത് 2 സൈഡിലും വരുന്ന ബോർഡറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ആ ഒരു പല്ലു ഭാഗം വരില്ലേ, ആ ഒരു 2 സൈഡിൽ നമ്മൾ ഈ കുത്തുന്ന ഭാഗത്തും ഈ ഒരു പല്ലു ഭാഗത്തും വരുന്നതാണ് ഇപ്പോൾ ഈ കണ്ട ബോർഡർ കേട്ടോ. ഇതേപോലെ അതിൽ തന്നെ മിറർ വർക്കും വരും, ലേസ് വർക്കും വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ടും മിറർ വർക്കും ബോർഡറും, അതായത് നമ്മൾ ഇങ്ങനെ കുത്തില്ലേ പല്ലുവിൽ കുത്തുന്ന ഒരു സൈഡ്, 2 സൈഡിലും ഇതേപോലെ ബോർഡറും വരുന്നുണ്ട്, മിറർ വർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും കറക്റ്റ് കളറുകൾ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ബ്ലൗസ് പീസും ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബ്ലൗസ് കണ്ടു തുടങ്ങാം. നെക്സ്റ്റ് വരുന്നത് ബ്ലൗസാണ് കേട്ടോ. ഇത് സ്ലബ് സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ബ്ലൗസാണ്. ഫസ്റ്റ് ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഗോൾഡൻ സ്റ്റിക്കർ വർക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ സ്ലീവിൽ വരുന്നുണ്ട്. 2 സ്ലീവിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതേപോലെ 2 സ്ലീവിലും വരും. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ സൈസ് അളവ് വരുന്നത് 1.10 ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. നോർമൽ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് സ്കേർട്ട് ടോപ്പ് മോഡലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ 1.10 വരും. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിളാണ്. ബാക്കിയുള്ള പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ തന്നെ സെയിം ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. സ്ലീവിൽ വരുന്ന വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഗോൾഡൻ സ്റ്റിക്കർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. ബാക്കിയുള്ള പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വരും. സ്ലീവിൽ വരുന്ന വർക്കാണ് ഈ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. അതിൽ തന്നെ ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. അത് സ്ലീവിൽ ഇതേപോലെ
ഈ ഒരു വർക്ക് വരും. ഇതിപ്പോൾ ഷോർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുമ്പോൾ ഇത്രയും ലെങ്തിൽ ആ ഒരു വർക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ അളവ് വന്നിരിക്കുന്നത് 1.10 സ്കേർട്ട് ലെങ്ത് വരുന്നത് 41 ഇഞ്ചസ് ആണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് 2.75 വരുന്നത്. പ്രൈസ് വരുന്നത് 1699 അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ സോൾഡ് ഔട്ട് ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റ് വഴി ഓർഡർ ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈകിട്ട് ലൈവിൽ വരാൻ മറക്കരുത്. വൈകിട്ട് 5 മണിക്ക് കാണാം. താങ്ക് യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീൻസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുമുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുമുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, പേടിഎം, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി